അമ്മയാണ് തോന്നുന്നല്ലേ ഗുരു പാട്ടിന്റെ? അമ്മയാണ് ഇൻസ്പിറേഷൻ. അമ്മ നന്നായി പാടിയിരുന്നു, എന്റെ ഗ്രാൻഡ് മദറും നന്നായി പാടിയിരുന്നു. അപ്പൊ അമ്മയാണ് ഫുൾ എൻകറേജ്മെന്റ് തന്നിട്ട്. അമ്മ പാട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ കൂടെ പോയി ഇരിക്കില്ലായിരുന്നു. അന്ന് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് അന്ന് ഡാൻസാണ് പഠിച്ചിരുന്നത്. അന്ന് എനിക്ക് ഡാൻസ് പഠിക്കാനായിരുന്നു ഇൻട്രസ്റ്റ്. അപ്പോൾ അമ്മയുടെ പാട്ട് ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കൂടെ ഞാൻ വെറുതെ പാടും. അപ്പൊ അന്നേ അമ്മയുടെ മ്യൂസിക് ടീച്ചർ പറഞ്ഞു, മോൾക്ക് നല്ലോണം പാട്ടിന് ടാലന്റ് ഉണ്ട്, പാട്ടും കൂടിയും പഠിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പേരൻസ് ഇങ്ങനെ അവർ ഫോഴ്സ് ചെയ്യാറില്ല ഒന്നിനും. അപ്പൊ അന്ന് ഞാൻ ഡാൻസിന് ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് ശരി അവള് റെഡി ആവുമ്പോൾ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഒരു 7th ഒക്കെ ആയപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ പാട്ട് പഠിക്കാൻ തുടങ്ങി. അതായത് ഞാൻ നോർത്തിൽ പഠിക്കുന്ന സമയത്ത് അപ്പൊ എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് അവിടെ പഠിച്ചത് മൊത്തം നോർത്ത് അല്ല, ആദ്യം മാംഗ്ലൂർ ആയിരുന്നു. അപ്പോഴാണ് അമ്മയുടെ പാട്ട് ടീച്ചർ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് അമ്മയടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മള് UP പോയി. അപ്പൊ അവിടെ ഈ ഭരതനാട്യം അതൊന്നും പഠിക്കാൻ സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് എന്തെങ്കിലും അവിടുത്തെ കോമൺ ഇവന്റ്സിന് സിനിമാറ്റിക് കളിക്കും എന്നല്ലാതെ വേറെ ഒഫീഷ്യലി ട്രെയിനിങ് ഒന്നും എടുക്കണ്ടായിരുന്നില്ല. അപ്പൊ സ്കൂളിൽ വെറുതെ ഒരു കോമ്പറ്റീഷൻ വന്നപ്പോ അമ്മ ഒരു പാട്ട് പഠിപ്പിച്ചെന്നു, ഞാനത് പോയി പാടി ഫസ്റ്റ് കിട്ടി. അപ്പൊ അതൊരു പഴയൊരു സ്കൂളിൽ നമുക്ക് കുറെ കാറ്റഗറി ഉണ്ടല്ലോ, ഫിലിം സോങ്സ് പാടില്ല, നോൺ ഫിലിമി സോങ്സ്. അപ്പൊ ക്രൈ എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ടായിരുന്നു. അപ്പൊ അതിലത്തെ നല്ലൊരു പാട്ട്, എനിക്കിപ്പോ ആ പാട്ട് തന്നെ ഓർമ്മയില്ല. അന്ന് നമുക്ക് കാസറ്റ്സ് ആണല്ലോ. അപ്പൊ കാസറ്റിൽ ആ പാട്ട് കേട്ടപ്പോ ഓക്കെ, സ്കൂളിന്റെ ആ കാറ്റഗറി ഫിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പാട്ട്.